السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സ്നേഹമുള്ള വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുന്നിലുള്ള ഉപഭോഗ സംസ്കാരത്തിൻ്റെയും ദൃശ്യമാധ്യമങ്ങളുടെയും കരവലയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ദേഹേച്ഛകളുടെ പിന്നാലെ പോകാൻ എമ്പാടും സൗകര്യമുണ്ടായിരുന്നിട്ട് കൂടി അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇതുപോലെ ഒത്തുകൂടുവാനും സാഹചര്യമൊരുക്കി തന്ന അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഒരുപാട് വിനയാന്വിതരാകേണ്ട ഒരു സന്ദർഭമാണിത്. നാം അള്ളാഹുവിനെ എത്ര പുകഴ്ത്തിയാലും മതിയാവുകയില്ല. ധാരാളം തസ്ബീഹ് ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. അതുപോലെ തന്നെ ധാരാളം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരവസരം കൂടിയാണ്. ഇതെല്ലാം നമ്മുടെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങൾക്കും സദുദ്യമങ്ങൾക്കും സൽപ്രവർത്തനങ്ങൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകാതിരിക്കുകയില്ല. അതൊരു പക്ഷേ ഈ ദുനിയാവിൽ ലഭിച്ചുകൊള്ളണമെന്നില്ല. അതാണല്ലോ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അന്തിമമായ പ്രതിഫലം ലഭിക്കുന്നത് അത് യൗമുൽ ഖിയാമയിൽ, അത് പരലോകത്ത് തന്നെയാണ്. വമൻ സൂസിയ നിന്നാരി വഖദ്ഹുൽ ജന്നത ഫഖദ് ഫാസ്. അന്ന് ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ. ഈ ദുനിയാവ്, ഈ ഹലോക ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ജീവിതാനുഭവം മാത്രമാണ്. ഇതൊക്കെ ധാരാളം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നാം. എന്നിരുന്നാലും നമ്മുടെ ചുറ്റും ഈ ഹലോകത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇതിൻ്റെ മാസ്മരമായ വലയത്തിൽ അമർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്കുള്ള ഒരു സന്ദേശമായി ഈ കൂട്ടായ്മയെ നിങ്ങൾ പരിതമപ്പെടുത്തണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങൾക്കും സൽപ്രവർത്തനങ്ങൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും മനോഹരമായ ഒരു വേദിയൊരുക്കിയ ഇതിൻ്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ച് സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ റിയാദിൻ്റെ സാരഥികൾക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.